ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഭഗവാന്റെ മറ്റൊരു ലീലയാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ കാളിയമർദ്ദനം പറഞ്ഞു. കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ കഥ കേൾക്കണം. ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭയങ്കരമായ പുണ്യമാണെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന ഭഗവാന്റെ ലീല നല്ല രസമുള്ള ഒരു ലീലയാണ്. ഭഗവാന്റെ കുസൃതികളും അമ്മ ഭഗവാനെ കയറുകൊണ്ട് കെട്ടാൻ നോക്കിയതും കെട്ടിയിടുന്നതും അങ്ങനെയുള്ള കഥകളാണ് ഇന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒരിക്കൽ വേലക്കാരി മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ തൈര് കടയുന്ന ജോലി യശോദാമ്മ തന്നെ ഏറ്റെടുക്കുന്നു. കൃഷ്ണനെ പുത്രനായി കിട്ടിയതിൻ്റെ സന്തോഷത്താൽ യശോദാദേവി തൈരു കടയുന്നതിനിടയിൽ പുത്രൻ്റെ ലീലാവിലാസങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വരവ്. കുഞ്ഞിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. തൈരു കടച്ചിൽ നിർത്തിവെക്കാൻ കണ്ണൻ അമ്മയോട് പറയുന്നു. അമ്മയുടെ മുഖ്യ ജോലി തന്നെ മുലയൂട്ടുകയാണ്. അത് കഴിഞ്ഞു മതി തൈരു കടച്ചിൽ. ഈ വിധം ഭഗവാൻ അമ്മയോട് പറയുന്നു. യശോദാ മാതാവ് കണ്ണനെ മടിയിലിരുത്തി മുല കൊടുത്തു. കൃഷ്ണൻ മുല കുടിക്കുമ്പോൾ യശോദ പുത്രൻ്റെ മുഖസൗന്ദര്യം നോക്കി ആസ്വദിച്ചു. യശോദയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴാണ് അടുപ്പത്തിരുന്ന പാൽ തിളച്ചു പൊങ്ങിയത്. ഉടൻ തന്നെ കൃഷ്ണനെ താഴെയിരുത്തി മാതാവ് അടുക്കളയിലേക്ക് പോയി. ഈ സ്ഥിതിയിൽ തന്നെ വെച്ചിട്ട് പോയത് കണ്ട് കൃഷ്ണന് ദേഷ്യം വന്നു. അവൻ്റെ ചുണ്ടും കണ്ണും ചുവന്നു. ഉടൻ തന്നെ ഒരു കല്ലെടുത്ത് അവൻ തൈരുകുടം ഇടിച്ചു തകർത്തു. വെണ്ണ കൈക്കലാക്കി. കള്ളക്കരച്ചിലുമായി ഒരിടത്തിരുന്ന് വെണ്ണ തിന്നാൻ തുടങ്ങി. തൈരുകുടം തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് അടുക്കളയിൽ നിന്ന് മടങ്ങിയെത്തിയ യശോദാമാതാവിൻ്റെ കണ്ണിൽപ്പെട്ടത്. തൻ്റെ കുട്ടിയെ അവിടെയെങ്ങും കണ്ടതുമില്ല. കുടം തകർത്തത് കണ്ണനാണെന്ന് യശോദയ്ക്ക് ബോധ്യമായി. നേരിയ മന്ദസ്മിതത്തോടെ യശോദാറാണി ചിന്തിച്ചു, ഇവൻ ആള് ബഹുമിടുക്കൻ തന്നെ. കുടം തല്ലിത്തകർത്തതിൻ്റെ ശിക്ഷ പേടിച്ച് അവൻ സ്ഥലം വിട്ടിരിക്കുന്നു. എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ ഒരിടത്ത് മരം കൊണ്ടുള്ള ഒരു വലിയ ഉരൽ കമഴ്ത്തിയിട്ടിരിക്കുന്നത് യശോദാമാതാവ് കാണുന്നു. അതിൻ്റെ മുകളിൽ പുത്രനെയും. മച്ചിൽ നിന്നും തൂങ്ങിക്കിടന്ന ഉറിയിൽ നിന്നും വെണ്ണയെടുത്ത് കണ്ണൻ കുരങ്ങന്മാർക്ക് കൊടുക്കുകയാണ്. തൻ്റെ കുസൃതിത്തരങ്ങളെക്കുറിച്ച് ബോധവാനായിരുന്ന കൃഷ്ണൻ ഭയപ്പാടോടെ അങ്ങുമിങ്ങും നോക്കുന്നത് യശോദാറാണി കാണുകയും ചെയ്യുന്നുണ്ട്. യശോദാറാണി ഒന്നും മിണ്ടാതെ പിന്നിൽ കൂടി കണ്ണൻ്റെ സമീപത്തെത്തി. എന്നാൽ കയ്യിൽ വടിയുമായി തൻ്റെ അടുത്തേക്ക് വരുന്ന അമ്മയെ കണ്ണൻ കണ്ടു. പെട്ടെന്ന് തന്നെ ഉരലിൻ്റെ മുകളിൽ നിന്നും എടുത്തു ചാടി ഓട്ടവും തുടങ്ങി. യോഗിമാർക്ക് ധ്യാനത്തിൽ പോലും അപ്രാപ്യനായ ഭഗവാനെ പിന്തുടർന്ന് പിടികൂടാൻ യശോദാമാതാവ് ശ്രമിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യോഗികൾക്കും ജ്ഞാനികൾക്കും പോലും പിടികിട്ടാത്ത പരമ്പൊരുളായ കൃഷ്ണൻ യശോദാമാതാവിനെ പോലെയുള്ള ഒരു ഭരമഭക്തയ്ക്ക് വേണ്ടി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിളയാടുന്നു. ഒതുങ്ങിയ അരക്കെട്ടും അമിതമായ ശരീരഭാരവും നിമിത്തം യശോദാമാതാവിന് അതിവേഗം പായുന്ന ആ ബാലനെ പിടികൂടാൻ കഴിഞ്ഞില്ല. എങ്കിലും ആവുന്നത്ര വേഗത്തിൽ കണ്ണനെ പിന്തുടർന്ന ദേവിയുടെ മുടിക്കെട്ടഴിഞ്ഞ് അതിൽ ചൂടിയിരുന്ന പൂക്കൾ തറയിൽ ചിതറി വീണു. വളരെ പണിപ്പെട്ട് അമ്മ ആ കുസൃതിയെ ഒരു തരത്തിൽ പിടികൂടി. പിടിയിൽപ്പെട്ടപ്പോൾ കൊച്ചുകൃഷ്ണൻ
കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. കണ്ണിലെഴുതുന്ന അഞ്ജനം പുരണ്ട കൈകൾ കൊണ്ട് കണ്ണൻ കണ്ണു തിരുമ്മി. അവൻ അമ്മയുടെ മുഖം വ്യക്തമായി കണ്ടു. അപ്പോൾ കണ്ണൻ്റെ കണ്ണുകൾ ഭീതി മൂലം ആകുലമായിരുന്നു. കൃഷ്ണൻ അനാവശ്യമായി ഭയപ്പെടുകയാണെന്ന് യശോദാ മാതാവിന് മനസ്സിലായി. അതിനാൽ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ പേടി അകറ്റാൻ മാതാവ് ആഗ്രഹിക്കുന്നു. സ്വന്തം കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ അഭ്യുതാകാംക്ഷിയായ യശോദാ മാതാവ് ചിന്തിച്ചു, കുട്ടിക്ക് എന്നെ ഇത്രയേറെ ഭയമാണെങ്കിൽ അവൻ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. യശോദ ഉടൻ തന്നെ കയ്യിലിരുന്ന വടി ദൂരെ എറിഞ്ഞു. ശിക്ഷയായി അവൻ്റെ കൈകൾ കയറുകൊണ്ട് ബന്ധിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പരമ്പൊരുളായ ഭഗവാനെ ബന്ധിക്കാൻ തനിക്കാവില്ലെന്ന കാര്യം യശോദ അറിഞ്ഞില്ല. കൃഷ്ണനെ തൻ്റെ കൊച്ചു കുഞ്ഞായിട്ടേ യശോദ റാണി കരുതിയുള്ളൂ. ആ കുഞ്ഞ് പരമ്പൊരുളാണ് എന്ന സത്യം, ആർക്കും ബന്ധിക്കാൻ കഴിയാത്തവനാണ് എന്ന സത്യം ആ മാതാവ് അറിഞ്ഞില്ല. കണ്ണന് അകവുമില്ല, പുറവുമില്ല, ആദിയുമില്ല, അന്തവുമില്ല. അവൻ സീമ അധീനനും സർവവ്യാപിയുമാണ്. അവൻ തന്നെയാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷവും. എന്നിട്ടും യശോദാമാതാവ് കൃഷ്ണനെ സ്വന്തം കുഞ്ഞായി കരുതിയിരുന്നു. അവൻ സർവ ഇന്ദ്രിയങ്ങൾക്കും അപ്രാപ്യനായിരുന്നിട്ടും അവനെ ഒരുരലിൽ ബന്ധിക്കാൻ യശോദാമാതാവ് ഉദ്യമം തുടങ്ങി. എന്നാൽ കണ്ണനെ ബന്ധിക്കാൻ നോക്കിയപ്പോൾ കയറിന് നീളം 2 ഇഞ്ച് കുറവ്. ദേവിക്ക് തോന്നി കൂടുതൽ കയർ വേണം. കൂടുതൽ കയർ ഏച്ചുകെട്ടിയപ്പോഴും ഫലം തഥൈവ. കയറിന് വീണ്ടും 2 ഇഞ്ച് നീളം കുറവ്. അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന കയറ് മുഴുവൻ മാതാവ് കൂട്ടിക്കെട്ടി നോക്കി. അപ്പോഴും 2 ഇഞ്ച് നീളം കുറവ്. യശോദയുടെ ചുണ്ടിൽ പുഞ്ചിരി പൊടിഞ്ഞു. ഒപ്പം യശോദ അത്ഭുതപ്പെടുകയും ചെയ്തു. ഇതെന്തു വിദ്യ, ഇതെന്തു ജാലം! പുത്രനെ ബന്ധിക്കാനുള്ള ഉദ്യമത്തിൽ യശോദാ മാതാവ് ആകെ തളർന്നു. ദേവി വിയർത്തൊഴുകി. തലയിൽ ചൂടിയിരുന്ന പൂമാല താഴെ വീണു. അപ്പോൾ മാതാവിൻ്റെ കഠിനാധ്വാനത്തിൽ ഭഗവാന് മതിപ്പുണ്ടായി. യശോദയോട് കരുണ തോന്നി. തന്നെ കയറുകൊണ്ട് ബന്ധിച്ചു കൊള്ളാൻ കണ്ണൻ സമ്മതിച്ചു. ഒരു മനുഷ്യ ശിശുവായി യശോദയുടെ ഗൃഹത്തിൽ വിളയാടുന്ന കൃഷ്ണൻ തനിക്കിഷ്ടമുള്ള ലീലകൾ മാത്രമാണ് അവിടെ നടത്തിയിരുന്നത്. പരമ്പൊരുളായ ഭഗവാനെ ഒരാൾക്കും നിയന്ത്രിക്കാനാവില്ലെന്നത് തീർച്ചയാണ്. യഥാർത്ഥ ഭക്തൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സ്വയം സമർപ്പണം ചെയ്യുന്നു. അവനെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹമാണ്. ഒരു ഭക്തൻ സമ്പൂർണ്ണ വിധേയത്വം എന്ന തൻ്റെ നില ഒരിക്കലും മറക്കുന്നില്ല. ഇതുപോലെ തന്നെ ഭക്തരക്ഷണത്തിനായി സ്വയം സമ്പൂർണമായി കീഴടങ്ങുന്നതിൽ ഭഗവാൻ അതീന്ദ്രിയമായ ഒരാനന്ദം അനുഭവിച്ചിരുന്നു. യശോദയുടെ മുമ്പിൽ കൃഷ്ണൻ കീഴടങ്ങുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ്. തൻ്റെ ഭക്തർക്ക് എല്ലാത്തരം മുക്തിയും ഭഗവാൻ നൽകുന്നു. എന്നാൽ യശോദയ്ക്ക് ലഭിച്ച അനുഗ്രഹം ശിവനോ ബ്രഹ്മദേവനോ ലക്ഷ്മി ദേവിക്കോ ഒരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നന്ദമഹാരാജാവിൻ്റെയും യശോദയുടെയും പുത്രനായി അറിയപ്പെടുന്ന പരമ്പൊരുളായ ഭഗവാനെ യോഗികൾക്കോ ജ്ഞാനികൾക്കോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഭക്തർക്ക് അദ്ദേഹം സദാ ലഭ്യനാണ്. സർവദുഃഖങ്ങളുടെയും പരമമായ സംഭരണിയാണ് ഭഗവാനെന്ന കാര്യം യോഗികളോ ജ്ഞാനികളോ മനസ്സിലാക്കുന്നില്ല. മകനെ ബന്ധിച്ച ശേഷം യശോദ ഗൃഹകാര്യങ്ങളിൽ വ്യാപൃതയായി. ആ സമയം അർജുന വൃക്ഷം, അതായത് മരുത് എന്നറിയപ്പെടുന്ന 2 വൃക്ഷങ്ങൾ തൊട്ടു നിൽക്കുന്നത് ഉരലിൽ ബന്ധിതനായ കൃഷ്ണന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ആനന്ദത്തിൻ്റെ മഹാസംഭരണിയായ ഭഗവാൻ കൃഷ്ണൻ ചിന്തിച്ചു, യശോദാ മാതാവ് എനിക്ക് വേണ്ടത്ര പാലു തരാതെ സ്ഥലം വിട്ടു. അതുകൊണ്ട് ഞാൻ തൈർക്കുടം പൊട്ടിച്ചു. സൂക്ഷിച്ചു വച്ചിരുന്ന വെണ്ണയെടുത്ത് കുരങ്ങന്മാർക്ക് ദാനം ചെയ്തു. ഇപ്പോഴിതാ അമ്മ എന്നെ ഉരലിൽ ബന്ധിച്ചിരിക്കുന്നു.
അതുകൊണ്ട് എന്തായാലും ഞാൻ മുമ്പത്തേക്കാൾ വലിയ കുസൃതി കാണിക്കും. ഇങ്ങനെ ചിന്തിച്ച് ഉയരം കൂടിയ ആ അർജുന വൃക്ഷങ്ങൾ രണ്ടും മറിച്ചിടാൻ ഭഗവാൻ തീരുമാനിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ അർജുന വൃക്ഷങ്ങൾക്ക് ഒരു കഥയുണ്ട്. പൂർവജന്മത്തിൽ ഈ വൃക്ഷങ്ങൾ കുബേരന് മനുഷ്യ സന്താനങ്ങളായി പിറന്നവരായിരുന്നു. ആ കഥ ഇപ്രകാരമാണ്. ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനും ശിവഭക്തനുമായ കുബേരൻ്റെ മക്കളായിരുന്നു നളകുബേരനും മണിഗ്രീവനും. ശിവന്റെ അനുഗ്രഹത്താൽ കുബേരന് അളവറ്റ സമ്പത്തുണ്ടായി. സമ്പന്നന്മാരുടെ മക്കൾ ഏറിയ പങ്കും മദ്യത്തിനും മദിരാക്ഷിക്കും അടിമകളാകുക പതിവ്. ഇവരുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഒരിക്കൽ ഉല്ലസിക്കാനായി ഇരുവരും കൈലാസത്തിൽ മന്ദാകിനി ഗംഗയുടെ തീരത്തുള്ള ശിവന്റെ പൂങ്കാവനത്തിൽ പ്രവേശിക്കുന്നു. കണക്കറ്റു മദ്യപിച്ചിരുന്ന ഇവർ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളുടെ മധുരഗാനം ആസ്വദിച്ചുകൊണ്ട് സുഗന്ധപുഷ്പങ്ങൾ നിറഞ്ഞ ആ ഉദ്യാനത്തിൽ യഥേഷ്ടം രമിക്കുകയായിരുന്നു. മദ്യപിച്ച് ഉന്മത്തരായ അവസ്ഥയിൽ അവർ താമരപ്പൂക്കൾ നിറഞ്ഞ ഗംഗയിലിറങ്ങി. അവിടെ കൊമ്പനാന പിടിയാനകളുമായി ചേർന്ന് കളിക്കുന്നതുപോലെ ഇവർ ഒപ്പമുള്ള യുവസുന്ദരികളുമായി ജലക്രീഡ തുടങ്ങി. അവരിങ്ങനെ മേളിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ബ്രഹ്മർഷി നാരദൻ ആ വഴിക്ക് വന്നു. താൻ കടന്നു പോകുന്നത് ശ്രദ്ധിക്കാൻ പോലും ആകാത്ത മട്ടിൽ നളകുബേരനും മണിഗ്രീവനും മദ്യപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. അവർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ അത്ര തന്നെ ലക്കുകെട്ടിട്ടില്ലായിരുന്നു. നാരദമുനിയുടെ മുന്നിൽ നഗ്നരായി നിൽക്കുന്നതിൽ ലജ്ജ പൂണ്ട അവർ പെട്ടെന്ന് വസ്ത്രം കൊണ്ട് അവരുടെ നഗ്നത മറച്ചു. കുബേര സന്തതികളായ ഈ രണ്ട് ദേവന്മാരും കുടിച്ച് ലക്കുകെട്ടിരുന്നതിനാൽ നാരദന്റെ സാന്നിധ്യം അവർ വകവെച്ചില്ല. അവർ വസ്ത്രം ധരിക്കാൻ മെനക്കെട്ടില്ല. ദേവന്മാരെ ഇത്രയ്ക്ക് അധപ്പതിച്ച നിലയിൽ കണ്ട നാരദമുനി അവരുടെ നന്മ ആഗ്രഹിച്ച് അവരെ ശപിക്കുകയും തൻ്റെ അകാരണമായ കാരുണ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരോടുള്ള അനുകമ്പ മൂലം മദ്യത്തിൽ നിന്നും മദിരാക്ഷിയിൽ നിന്നുമുള്ള അവരുടെ ഈ മിഥ്യാനന്ദം അവസാനിപ്പിച്ച് അവർക്ക് കൃഷ്ണനെ മുഖാമുഖം കാണാനുള്ള അവസരമുണ്ടാക്കാൻ നാരദർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവരെ ശപിക്കാൻ തീരുമാനിക്കുന്നു. രജോ ഗുണത്തിൻ്റെ ആധിക്യമാണ് ഭൗതിക സുഖങ്ങളോടുള്ള അളവറ്റ ആഭിമുഖ്യത്തിന് കാരണം. ഭൗതിക ലോകത്ത് അളവറ്റ സമ്പത്ത് കയ്യിൽ വരുമ്പോൾ ആളുകൾക്ക് പ്രായേണ 3 കാര്യങ്ങളിൽ അമിതമായ ആസക്തി ഉണ്ടാകും: മദ്യം, മഹിള, ചൂതാട്ടം. കശാപ്പുശാലകൾ നടത്തി നിഷ്കരുണം മൃഗഹിംസയിൽ ഏർപ്പെടുന്നതും അമിത ധനത്തിൻ്റെ മറ്റൊരു ദൂഷ്യഫലമാണ്. തങ്ങൾക്ക് ഒരിക്കലും മരണമില്ലെന്നാണ് ഇക്കൂട്ടരുടെ വിചാരം. ഇത്തരം വിഡ്ഢികൾ പ്രകൃതി നിയമങ്ങൾ വിസ്മരിച്ച് ഔന്നത്യപൂർവം ദേഹാഭിമാനികളായിത്തീരും. പരിഷ്കാരത്തിൽ ദേവന്മാരുടെ നിലയിലെത്തിയാൽ പോലും ഒടുവിൽ ഈ ശരീരം ഒരു പിടി ചാരമായി മാറുമെന്ന കാര്യം പലപ്പോഴും ഇവർ മറക്കുന്നു. ഭഗവാന്റെ ഭക്തന്മാരെയും പുണ്യ ആത്മാക്കളെയും പോലുള്ള സജ്ജനങ്ങളുമായുള്ള സമ്പർക്കമുണ്ടാകുന്നില്ലെങ്കിൽ സമ്പത്തും ദുരഭിമാനവും കൊണ്ടു നടക്കുന്ന ആളുകളെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ലാതാകും. അതിനാൽ ഈ ദേവന്മാരെ ഭൗതിക സമ്പത്തിൻ്റെയും അന്തസ്സിൻ്റെയും പേരിൽ ദുരഹങ്കാരികളാക്കാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലാക്കി തീർക്കേണ്ടത് തൻ്റെ ധർമ്മമാണെന്ന് നാരദമുനി കരുതുന്നു. നാരദൻ കാരുണ്യവാനാണ്. അതിനാൽ അവരെ ഈ അധപ്പതിച്ച നിലയിൽ നിന്നും കരകയറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. തമോ ഗുണത്തിനടിമപ്പെട്ട്
ഇന്ദ്രിയ നിയന്ത്രണത്തിന് കഴിവില്ലാതെ പോയതുകൊണ്ടാണ് അവർ ലൈംഗിക ആസക്തരായത്. ഈ ഭീഭത്സമായ സ്ഥിതിയിൽ നിന്നും അവരെ രക്ഷിക്കേണ്ടത് നാരദരെ പോലുള്ള ഒരു ദിവ്യാത്മാവിൻ്റെ ധർമ്മമാണ്. അതിനാൽ നാരദർ അവരെ ശപിക്കാനും എന്നാൽ ആ സമയം തന്നെ രക്ഷിക്കാനും തീരുമാനിക്കുന്നു. നളകുബേര മണിഗ്രീവന്മാരെ അചരങ്ങളായ ജീവാത്മാക്കളാക്കി മാറ്റാൻ അഥവാ വൃക്ഷങ്ങളാക്കി മാറ്റാൻ നാരദർ തീരുമാനിക്കുന്നു. പ്രകൃതി നിയമമനുസരിച്ച് വൃക്ഷങ്ങൾ അചരങ്ങളാണ്. വൃക്ഷങ്ങൾ തമോ ഗുണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണെങ്കിലും അവയ്ക്ക് ആരെയും ശല്യം ചെയ്യാനാകില്ല. വൃക്ഷങ്ങളാക്കി തീർത്ത് ഈ സഹോദരന്മാരെ ശിക്ഷിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ അമിതമായ കാരുണ്യം മൂലം അവർ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാനുണ്ടായ കാരണം അവരറിയാൻ വേണ്ടി അവരുടെ ഓർമ്മശക്തിക്ക് ഒരു കുറവും വരുത്താതിരിക്കുന്നത് യുക്തമായിരിക്കുമെന്ന് നാരദർ കരുതി. ദേഹാന്തരപ്രാപ്തിയിൽ സ്വതേ ജീവാത്മാക്കൾ പൂർവജന്മം പൂർണ്ണമായും മറക്കുകയാണ് പതിവ്. എന്നാൽ നളകുബേരൻ്റെയും മണിഗ്രീവൻ്റെയും കാര്യത്തിലെന്നതുപോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരാൾക്ക് തൻ്റെ പൂർവജന്മം ഓർമ്മിക്കാൻ കഴിഞ്ഞെന്നും വരാം. അതിനാൽ ഈ ദേവന്മാർ 100 വർഷക്കാലം മരങ്ങളായി നിൽക്കട്ടെ. ഈ വിധം നാരദർ കരുതുന്നു. അതിനുശേഷം ഭഗവത് കാരുണ്യത്താൽ ഭഗവാനെ മുഖാമുഖം കാണാൻ അവർക്ക് ഭാഗ്യമുണ്ടാകും. ഇപ്രകാരം വീണ്ടും അവർ ദേവന്മാരായി ഉയർത്തപ്പെടുകയും വലിയ ഭഗവത് ഭക്തന്മാരായി ഭവിക്കുകയും ചെയ്യും. തുടർന്ന് നാരദൻ സ്വന്തം ധാമമായ നാരായണാശ്രമത്തിലേക്ക് മടങ്ങി. ദേവന്മാർ രണ്ടും ഇരട്ട അർജുന വൃക്ഷങ്ങളായി തീർന്നു. അങ്ങനെ അവർക്ക് ഭഗവാനെ നേർക്കുനേർ കാണാൻ സൗകര്യമുണ്ടാകുമാറ് നന്ദഗോപരുടെ വീട്ടുമുറ്റത്ത് വളരാൻ നാരദർ അനുഗ്രഹിക്കുകയും ചെയ്തു. ഉരലിൽ ബന്ധിതനാണെങ്കിലും തൻ്റെ ഏറ്റവും വലിയ ഭക്തനായ നാരദൻ്റെ പ്രവചനം സഫലീകരിക്കാൻ ഭഗവാൻ ഉരലും വലിച്ചുകൊണ്ട് മുറ്റത്തു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ നേരെ ചെന്നു. നാരദൻ തൻ്റെ ഭക്തനാണെന്നും ഇരട്ട അർജുന വൃക്ഷങ്ങളായി മുറ്റത്തു നിൽക്കുന്നത് കുബേരൻ്റെ മക്കളാണെന്നും പരമ്പൊരുളായ ഭഗവാൻ ശ്രീകൃഷ്ണന് അറിയാം. എൻ്റെ ഭക്തനായ നാരദൻ്റെ വാക്കുകൾ ഞാൻ ഇപ്പോൾ തന്നെ സഫലമാക്കണം. അദ്ദേഹം ഈ വിധം തീരുമാനിക്കുന്നു. തുടർന്ന് ഇരട്ട വൃക്ഷങ്ങളുടെ ഇടയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. കൃഷ്ണന് അവയ്ക്കിടയിലൂടെ മുമ്പോട്ട് നീങ്ങാൻ കഴിഞ്ഞെങ്കിലും ആ വലിയ ഉരൽ അവിടെ കുരുങ്ങി. അപ്പോൾ കൃഷ്ണൻ ഉരലിൽ കെട്ടിയിരുന്ന കയറ് ശക്തിയോടെ വലിക്കാൻ തുടങ്ങി. ആ വലിയുടെ ശക്തി കൊണ്ട് ഇരട്ട വൃക്ഷങ്ങൾ അവയുടെ ശിഖിരങ്ങളും ഇലച്ചില്ലകളും ഉൾപ്പെടെ വലിയ ശബ്ദത്തോടെ പെട്ടെന്ന് മറിഞ്ഞു വീണു. തകർന്നു വീണ വൃക്ഷങ്ങൾക്കിടയിൽ നിന്നും ആളിക്കത്തുന്ന അഗ്നിയുടെ ശോഭയോടെ 2 മഹാവ്യക്തികൾ പ്രത്യക്ഷമായി. അവരുടെ സാന്നിധ്യം അവിടം മുഴുവൻ പ്രകാശമാനമാക്കി. അവരിരുവരും ബാലനായ കൃഷ്ണനെ സാദരം പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ഭഗവാനെ കൃഷ്ണ, പരമദിവ്യോത്തമ പുരുഷനായ അങ്ങ് ദിവ്യശക്തികൾക്കെല്ലാം അധിപനാണ്. ചിലപ്പോൾ പ്രത്യക്ഷമാകുന്നതും ചിലപ്പോൾ മറഞ്ഞു നിൽക്കുന്നതുമായ അവിടുത്തെ ശക്തികളുടെ വികാസമാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷമെന്ന് ജ്ഞാനികളായ ബ്രാഹ്മണർക്ക് നന്നായി അറിയാം. ജീവാത്മാക്കളുടെയെല്ലാം ജീവൻ്റെയും ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും യഥാർത്ഥ ദാതാവ് അങ്ങാണ്. ഈശ്വരനാണങ്ങ്, സർവവ്യാപിയുമാണ്. ഭഗവാൻ വിഷ്ണുവും
അങ്ങ് തന്നെ. എല്ലാത്തിൻ്റെയും മുഖ്യ നേതാവും ത്രിഗുണങ്ങളുടെ മായാവിദ്യയ്ക്ക് അധീനമായി വർത്തിക്കുന്ന ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മൂലകാരണവും അവിടുന്ന് തന്നെ. ബഹുരൂപങ്ങളായ ജീവാത്മാക്കളിലെല്ലാം പരമാത്മാവായി അവിടുന്ന് കുടികൊള്ളുന്നു. ജീവാത്മാക്കളുടെ ജനനത്തിനും മരണത്തിനും മോക്ഷത്തിനുമായി അങ്ങ് ഇപ്പോൾ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങൾ പ്രണമിക്കുന്നു. സർവവ്യാപിയായ പരമ്പൊരുളും ശാന്തിയുടെ ഉറവിടവും യദുവംശത്തിലെ സർവ ഉന്നതനായ വ്യക്തിയും അങ്ങു തന്നെയാണ്. ഭഗവാനെ, ഞങ്ങളുടെ പിതാവായ കുബേരൻ അവിടുത്തെ സേവകനാണ്. അതുപോലെ മാമുനി ശ്രേഷ്ഠനായ നാരദൻ അവിടുത്തെ ദാസനാണ്. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്കങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങയുടെ മഹിമകൾ കേട്ടും പ്രകീർത്തിച്ചും സദാ അങ്ങയുടെ അതീന്ദ്രിയമായ ഭക്തിയുത സേവനങ്ങളിൽ സദാ വ്യാപൃതരായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മറ്റ് അവയവങ്ങളും സദാ അവിടുത്തെ പരിചരണങ്ങളിൽ വ്യാപൃതരാകട്ടെ. ഞങ്ങളുടെ മനസ്സ് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഏകാഗ്രമായി നിൽക്കട്ടെ. സർവവ്യാപിയായ അവിടുത്തെ വിശ്വരൂപത്തിനു മുമ്പിൽ ഞങ്ങൾ ശിരസ് കുനിക്കുന്നു. നളകുബേരൻ്റെയും മണിഗ്രീവൻ്റെയും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യശോദ കയറുകൊണ്ട് ഉരലിനോട് ബന്ധിച്ചിരിക്കുന്ന ഗോകുലത്തിൻ്റെ ഉടമയും അധിപനുമായ ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. ദേവകുലത്തിൽ പിറന്ന് അത്യസാധാരണ സൗന്ദര്യത്തിൻ്റെയും അളവറ്റ സമ്പത്തിൻ്റെയും ഉടമകളായതിൻ്റെ ഫലമായി നിങ്ങളിൽ എത്തിച്ചേർന്ന ഭീഭത്സമായ അവസ്ഥയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചതിലൂടെ തൻ്റെ അഹൈതുകമായ കാരുണ്യമാണ് എൻ്റെ ഭക്തനായ നാരദമുനി പ്രകടിപ്പിച്ചതെന്ന് എനിക്കറിയാം. നാരകീയ ജീവിതത്തിൻ്റെ ഏറ്റവും അധപ്പതിച്ച നിലയിലേക്ക് വഴുതി വീണ് നിങ്ങളെ അദ്ദേഹം രക്ഷിച്ചിരിക്കുകയാണ്. ഈ കഥകളെല്ലാം എനിക്ക് അറിയാവുന്നത് തന്നെ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അദ്ദേഹം നിങ്ങളെ ശപിച്ചു എന്നത് മാത്രമല്ല, അദ്ദേഹത്തെ ദർശിക്കാൻ നിങ്ങൾക്ക് അവസരവും ലഭിച്ചു. സദാശാന്തനും എല്ലാവരിലും കാരുണ്യവാനുമായ നാരദനെ പോലുള്ള പുണ്യവാനെ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുക തന്നെ വേണം. അതിനാൽ നളകുബേര മണിഗ്രീവന്മാരെ, നിങ്ങളുടെ ജീവിതം പൂർണ്ണ വിജയത്തിലെത്തി. കാരണം നിങ്ങളിൽ എന്നെക്കുറിച്ച് പ്രേമം വളർന്നിരിക്കുന്നു. ഭൗതിക അസ്തിത്വത്തിനുള്ളിൽ നിങ്ങളുടെ അവസാനത്തെ ജന്മമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗലോകത്ത് നിങ്ങളുടെ പിതൃധാമത്തിലേക്ക് മടങ്ങിപ്പോകാം. തുടർന്ന് ഭക്തിയോഗത്തിൽ തന്നെ നിലകൊള്ളുന്നതിലൂടെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യും. തുടർന്ന് ഈ ദേവന്മാർ ഭഗവാനെ പലതവണ പ്രദക്ഷിണം വെച്ച് വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവിടം വിട്ടുപോയി. ഭഗവാനാകട്ടെ ഉരലിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഇരട്ട അർജുന വൃക്ഷങ്ങൾ നടുക്കുന്ന മേഘഗർജനം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭൂമിയിൽ പതിച്ചപ്പോൾ നന്ദമഹാരാജാവ് ഉൾപ്പെടെ ഗോകുലവാസികൾ മുഴുവൻ അവിടെ എത്തി. ഈ മഹാവൃക്ഷങ്ങൾ പെട്ടെന്ന് നിലം പതിച്ചത് കണ്ട് അവരെല്ലാം അത്ഭുതപ്പെട്ടു. വൃക്ഷം വീണുപോയതിൻ്റെ കാരണമൊന്നും അവിടെ കണ്ടതുമില്ല. കയറുകൊണ്ട് ഉരലിൽ ബന്ധിച്ചിരുന്ന കൃഷ്ണനെ അവിടെ കണ്ടപ്പോൾ വൃക്ഷം വീഴാൻ കാരണം വല്ല അസുരന്മാരുമായിരിക്കുമോ എന്ന് അവർ കരുതി. അല്ലാതെങ്ങനെ ഇത് സംഭവിക്കും?
ഇത്തരം അസാധാരണ സംഭവങ്ങൾ പലപ്പോഴും ബാലനായ കൃഷ്ണന്റെ സമീപത്താണല്ലോ ഉണ്ടാകുന്നതെന്നോർത്തപ്പോൾ അവർ ഭയന്നു. മുതിർന്ന ഗോപന്മാർ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കൃഷ്ണൻ മരങ്ങൾക്കിടയിലൂടെ ഉരല് വലിച്ചപ്പോഴാണ് വൃക്ഷങ്ങൾ നിലം പതിച്ചതെന്ന് അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അവരെ അറിയിച്ചു. കൃഷ്ണൻ 2 മരങ്ങൾക്കിടയിലൂടെ ഇപ്പുറത്തെത്തി. ഉരല് തലകീഴായി മറിഞ്ഞ് വൃക്ഷങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയി. കൃഷ്ണൻ കയറു വലിച്ചു. വൃക്ഷങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണപ്പോൾ തിളങ്ങുന്ന 2 മനുഷ്യരൂപങ്ങൾ അവയിൽ നിന്നും പുറത്തു വന്നു. കൃഷ്ണനോട് സംസാരവും തുടങ്ങി. മിക്ക ഗോപന്മാരും കുട്ടികൾ ഈ വിധം പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെയൊക്കെ അസംഭവ്യമാണെന്നാണ് അവർ വിശ്വസിച്ചത്. എന്നാൽ ചിലരത് വിശ്വസിച്ചു. അവർ നന്ദമഹാരാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി മറ്റു കുട്ടികളിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. അവനിത് ചെയ്യാനിടയുണ്ട്. പുത്രൻ്റെ അസാധാരണമായ കഴിവുകളെക്കുറിച്ച് കേട്ട നന്ദമഹാരാജാവ് പുഞ്ചിരിച്ചു. തൻ്റെ അത്ഭുത ബാലനെ കെട്ടഴിച്ചു വിടാൻ അദ്ദേഹം മുന്നോട്ട് വന്നു. ബന്ധനമുക്തനായപ്പോൾ മുതിർന്ന ഗോപികൾ കൃഷ്ണനെ മാറി മാറി തങ്ങളുടെ മടിയിലെടുത്തു. കുട്ടിയെ എടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നു. അവൻ്റെ അത്ഭുത കൃത്യങ്ങളെ വാഴ്ത്തിക്കൊണ്ട് അവർ കൈയടിച്ചു പാടി. കൃഷ്ണനും ഒരു സാധാരണ ശിശുവിനെ പോലെ അവരോടൊപ്പം കൈയടിച്ചു. പൂർണ്ണമായും ഗോപികളാൽ നിയന്ത്രിതനാകയാൽ അവരുടെ കയ്യിലെ പാവ പോലെ കൃഷ്ണൻ ആടാനും പാടാനും തുടങ്ങി. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ലീല നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അഭിപ്രായം പറയണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ആർക്കെങ്കിലും പിടിച്ചു കെട്ടാൻ കഴിയുന്നതാണോ ഭഗവാനെ? പക്ഷേ തൻ്റെ ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാൻ എന്തിനു വേണ്ടിയും നിലകൊള്ളും എന്നതാണ് ഇവിടെ വിസ്തരിക്കുന്നത്. പക്ഷേ എന്തു വേണം? നമുക്ക് ഭഗവാനോട് അമിതമായ സ്നേഹവും പ്രേമവും എല്ലാം വേണം. ഭഗവാന് അതുമാത്രമാണ് ആവശ്യം, നമ്മളുടെ സ്നേഹം. ഭക്തരുടെ മുമ്പിൽ എന്തു വേഷം കെട്ടാനും ഭഗവാൻ ഒരുക്കമാണ് എന്നതാണ് ഈ കഥയിലൂടെ ഇവിടെ വിസ്തരിച്ച് പറയുന്നത്. ഭഗവാനെ കെട്ടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പ്രസവിച്ച അമ്മയായ ദേവകിക്ക് പോലും ഭഗവാനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ ഭാഗ്യം യശോദാമാതാവിന് ലഭിച്ചു. തൻ്റെ പോറ്റമ്മയോടുള്ള അമിതമായ ഭഗവാന്റെ സ്നേഹമാണ് അതിലൂടെ കാണിക്കുന്നത്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്നുകിൽ ഈ കഥ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അത് വലിയ പുണ്യമായിരിക്കും. കഥകൾ പറയുന്നതും പറഞ്ഞു കൊടുക്കുന്നതും കേൾക്കുന്നതും. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ ഇട്ടിരുന്ന കഥകളൊക്കെ എല്ലാവരും കേൾക്കണം. കഴിഞ്ഞ ദിവസം കാളിയമർദ്ദനം ഇട്ടിരുന്നു. അതിനു മുമ്പ് മഹാഭാരതത്തിലെ കഥകൾ ഇട്ടിരുന്നു. ഭഗവാന്റെ ധാരാളം ലീലകൾ, ഗോവർദ്ധന പർവ്വതവുമായി ബന്ധപ്പെട്ട ഭഗവാന്റെ ഒരു ലീല ഇട്ടിരുന്നു. അങ്ങനെ ധാരാളം കഥകൾ ഇടുന്നുണ്ട്. ദശാവതാരങ്ങളുണ്ട്, പൗണ്ഡ്രികമോക്ഷമുണ്ട്, ധ്രുവചരിതമുണ്ട്. ധ്രുവചരിതം കേട്ടിട്ടില്ലാത്ത എല്ലാവരും ധ്രുവചരിതം കേൾക്കണം. പ്ലേലിസ്റ്റിലുണ്ട്. ഭഗവാന്റെ മറ്റൊരു അവതാരമാണ്. ദശാവതാരങ്ങളല്ലാതെ ഭഗവാൻ ധാരാളം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലൊരു അവതാരമാണ് ധ്രുവചരിതം. അതെല്ലാവരും കേൾക്കണം. നമ്മുടെ പ്ലേലിസ്റ്റിൽ അതെല്ലാം ഓരോരോ ഫോൾഡറായി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കേൾക്കുക, ഭഗവാനെ സ്നേഹിക്കുക, നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.